സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഇന്നലെ ഇന്ത്യയുടെ ഇന്നിങ്സ് കഴിഞ്ഞപ്പം ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞു ഇംഗ്ലണ്ടിന് ജയിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലണ്ട് ജയിച്ചില്ലെന്നേ ഉള്ളൂ. നമ്മുടെയൊക്കെ കണ്ടുകൊണ്ടിരുന്നവരുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് പ്രകടനം നടന്നത്. അവിശ്വസനീയമായ രീതിയിൽ അവർ ചേസ് ചെയ്തു. നിർഭാഗ്യവശാൽ തോറ്റെന്നേ പറയാനൊക്കത്തുള്ളൂ. ഇന്ത്യ ജയിച്ചത് അഭിമാനകരമാണ്. പ്രത്യേകിച്ച് സഞ്ജു സാംസൻ്റെ കാര്യമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. എങ്കിലും ഇംഗ്ലണ്ടുകാരുടെ വില കുറച്ച് നമ്മൾ കറങ്ങരുത്. തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായിട്ടാണ് അവർ ബാറ്റ് ചെയ്തു. തോറ്റു വേറെ കാര്യം. സെക്കൻഡ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത് ഇത്ര എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും വളരെ തുച്ഛമായിട്ടുള്ള റൺസിന് അവർ തോറ്റു. ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം 18ാമത്തെ ഓവർ അറിഞ്ഞപ്പോൾ അതിനൊന്ന് ബുംറ പാണ്ഡെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ 2 ഓവർ കുറച്ച് കാണാനൊക്കത്തില്ല. കാര്യം 14ഉം 16ഉം ഒക്കെ അടിച്ചുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ ഈ 2 ഓവറിൽ ഒരു 9ഉം 10ഉം റൺസ് വീതമേ അവർ കൊടുത്തുള്ളൂ. ആ 2 ഓവർ പ്രത്യേകിച്ച് ബുംറയുടെ ആ ഓവറാണ് ഇന്ത്യയെ ജയിപ്പിക്കാനായിട്ട് സാധിച്ചത് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് മടിയൊന്നുമില്ല. തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് പൊരുതി തോറ്റു. അവരെ വില കുറച്ച് കാണാനൊക്കത്തില്ല, പൊരുതി തോറ്റു എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ക്രിക്കറ്റിൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് പറയാനൊക്കുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും അഭിമാനകരമായ നേട്ടമെന്ന് പറഞ്ഞാൽ നമ്മുടെ സഞ്ജു സാംസണെ ഇനിയും ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം വില കുറച്ച് കാണത്തില്ല. തീർച്ചയായിട്ടും സഞ്ജു ഒരു അഭിവാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.